ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളാരും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയിലും പോലെ തന്നെ ഇന്നും റിയൽ ലൈഫിൽ നടന്നൊരു പ്രേത അനുഭവമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്കുണ്ടായ പ്രേതാനുഭവങ്ങളും ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു അനുഭവം നമ്മളോട് പങ്കുവച്ച സുഹൃത്തിൻ്റെ പേര് അരുൺജിത്ത് എന്നാണ്. അരുൺജിത്ത് താമസിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൻ്റെ കൃത്യമായ പേരോ മറ്റ് വിവരങ്ങളോ നമ്മൾക്കിവിടെ പറയാൻ സാധിക്കില്ല. ഈ ഒരു അനുഭവം നടക്കുന്നത് ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ഒരു അനുഭവ കഥ അരുൺജിത്തിനോട് പറഞ്ഞത് അവൻ്റെ അച്ഛനാണ്. പാലക്കാട് ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും ഒടിയനെയും മാടനെയും ഭയപ്പെടുന്നവർ ഇന്നുമുണ്ട്. അന്ന് നഗരങ്ങളിൽ പോയി തിരിച്ചു വരാനായി അവർക്ക് ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രികാലങ്ങളിൽ ആ വഴിയെ തനിയെ സഞ്ചരിക്കാൻ അവരെല്ലാവരും വളരെയധികം ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ പ്രേതം, ഭൂതം, പിശാച് ഇതിലൊന്നും ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ രാത്രിയിൽ വളരെയധികം വൈകി ഏകദേശം 2-2:30 കൂടി ആ വഴിയെ തനിച്ച് ബൈക്കിൽ യാത്ര ചെയ്ത് ആ ഒരു ഗ്രാമത്തിലേക്ക് വരികയായിരുന്നു. ഇദ്ദേഹം ഒരു പാട്ടും പാടി സിഗരറ്റൊക്കെ വലിച്ച് പതിയെയാണ് ബൈക്കിൽ വരുന്നത്. വഴിയിൽ മൊത്തം നല്ല ഇരുട്ടാണ്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വഴിയുടെ സൈഡിൽ ആരോ ഒരാൾ നിൽക്കുന്നത് കണ്ടത്. ഇദ്ദേഹം പതിയെ ബൈക്ക് സൈഡിൽ നിർത്തി ആ ഒരു രൂപത്തിനടുത്തേക്ക് ചെന്നു. വെളുത്ത വസ്ത്രം ധരിച്ച് തലയാകെ മൂടിക്കെട്ടിയാണ് നിൽപ്പ്. അദ്ദേഹം കൂടുതലൊന്നും വിചാരിച്ചില്ല. കാരണം അന്തരീക്ഷത്തിന് വളരെയധികം തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റുമടിക്കുന്നുണ്ട്. അദ്ദേഹം അടുത്ത് ചെന്ന് ആരാ എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിച്ചു. ആ നിമിഷം തന്നെ ആ ഒരു രൂപം കഴുത്ത് വെട്ടിച്ച് അദ്ദേഹത്തെ ഒന്ന് നോക്കി. ആ ഒരു നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ പകുതി ഇല്ലാതെയായി. ആദ്യം അദ്ദേഹം കാണുന്നത് ആ ഒരു രൂപത്തിൻ്റെ കണ്ണാണ്. ചുവന്ന് ചോര കളറുള്ള കണ്ണുകൾ. മുഖമാണെങ്കിൽ പാമ്പിൻ്റെ തോല് പോലെ വികൃതമായ മുഖം. ആ ഒരു രൂപം അതിൻ്റെ കൈകൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. അപ്പോഴാണ് അതിൻ്റെ കൈകളിലെ വിരലുകൾ കൂർത്തതും മുഖം മാത്രമല്ല അതിൻ്റെ ശരീരം മൊത്തം പാമ്പിൻ്റെ തോല് പോലെയുള്ളതുമാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അലറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബൈക്കുമെടുത്ത് സർവ്വശക്തിയിൽ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും പോയി. പോകുന്ന വഴിയിൽ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ആ ഒരു രൂപം അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളെല്ലാം വളരെയധികം വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയി ഒരു വളവ് കഴിഞ്ഞപ്പോഴാണ് അവിടെ വെച്ച് കണ്ട ആ ഒരു ഭയാനക രൂപം റോഡിന് മുന്നിലായി നിൽക്കുന്നു. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ കണ്ണുകൾ വളരെ വ്യക്തമായി ചുവന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വളരെയധികം പേടിച്ച് നിന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു രൂപം അവിടെ അപ്രത്യക്ഷമായി. ആ ഒരു നിമിഷം തന്നെ അദ്ദേഹം വളരെ വേഗത്തിൽ വണ്ടിയെടുത്ത് പോയി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു വീടെത്തി. ആ വീട് വേറെ ആരുടെയും വീടല്ല, നമ്മളുടെ അരുൺജിത്തിൻ്റെ വീടാണ്. ഈ ഒരു അനുഭവം നമ്മളോട് പറഞ്ഞ അരുൺജിത്തിൻ്റെ. ഈ ഒരു സമയത്ത് അരുൺജിത്ത് ജനിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വാതിലാര മുട്ടുന്ന കേട്ട് അദ്ദേഹം വാതിൽ തുറന്നു. ആ ഒരു ചെറുപ്പക്കാരനെ അവർക്കറിയാവുന്നതാണ്. നടന്ന കാര്യങ്ങളെല്ലാം ആ ഒരു ചെറുപ്പക്കാരൻ അരുൺജിത്തിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അന്ന് രാത്രി എങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞ് അവിടെ തന്നെ അവർ ആ ഒരു ചെറുപ്പക്കാരനെ കിടത്തി. പിറ്റേ ദിവസം രാവിലെയാണ് അദ്ദേഹം വീട്ടിൽ പോയത്. ഈ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം ആ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസിക നില വല്ലാതെ തെറ്റിപ്പോയിരുന്നു. വല്ലാതെ ഭയന്ന് വിറച്ചിരുന്നു. രാത്രി ആയിക്കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ വിചിത്രമായ രീതിയിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ഓളിടുകയുമൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ആ ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടുകാർ തന്നെ അവരുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ നിന്നും ഒരു പൂജാരി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹം
ചില പൂജകളും വഴിപാടുകളും എല്ലാം ചെയ്ത് ചില തകിടുകൾ അവരുടെ വീടിന് ചുറ്റും കുഴിച്ചിട്ടു. അതിനുശേഷം ആ പയ്യൻ്റെ കയ്യിലും ചില ചരടുകൾ കെട്ടിക്കൊടുത്തു. ഏകദേശം 1.5 വർഷമെടുത്തു ആ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസിക നില പഴയ രീതിയിലേക്കാകുവാൻ. ആ ഒരു ചെറുപ്പക്കാരൻ്റെ പേരോ മറ്റു വിവരങ്ങളോ നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. പിന്നെ ഇങ്ങനെയൊരു അനുഭവം ആ ഒരു ചെറുപ്പക്കാരന് മാത്രമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അല്ല. ആ ഒരു ഗ്രാമത്തിലെ മറ്റു പലർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാത്രി കാലങ്ങളിൽ ആ വഴിയെ ആരും തനിയെ സഞ്ചരിക്കാത്തത്. ഈ ഒരു അനുഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു അനുഭവമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ.